ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ഇന്ത്യ ആൻഡ് അഡോൺ. എന്നാണ് ഇവിടെ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എങ്ങനെ റൗണ്ട് കാലിഗ്രഫിയിൽ എഴുതാമെന്നാണ്. അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് A4 ഷീറ്റാണ്. A4 ഷീറ്റ് 21/29.7 സെൻറ്റിമീറ്റർ ആണ്. ഇതിൽ നിന്നും അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. ഫസ്റ്റ് A4 ഷീറ്റിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. 21 എന്നതിന് 10ഉം ഏകദേശം 10ഉം 29 എന്നുള്ളതിന് ഞാൻ 15ഉമാണ് എടുത്ത് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചു. അപ്പോൾ നാം ഇമേജിൻ്റെയും സെൻറ്റർ കണ്ടുപിടിക്കണം. ഇമേജിൻ്റെയും സെൻറ്റർ കണ്ടുപിടിക്കുന്നത് ഞാനിവിടെ ക്യാൻവ ആപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് റെഫറൻസ് ഇമേജും നമുക്ക് സെൻറ്റർ വരയണം. സെൻറ്റർ കണ്ടുപിടിച്ച് അതിനെയും നാം 8 പോർഷൻസ് ആക്കി ഡിവൈഡ് ചെയ്ത് വേണം നാം അവിടെ റെഫറൻസ് പിക്ക് എടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് റൗണ്ട് കാലിഗ്രഫി ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ വെച്ച് വേണം നമുക്ക് നോക്കാൻ. ഇവിടെ ഞാൻ 7 സെൻറ്റിമീറ്റർ റേഡിയസിലാണ് സർക്കിൾ വരഞ്ഞിരിക്കുന്നത്. അതിനെ ഞാൻ 8 പോർഷൻസ് ആക്കി കൺവേർട്ട് ചെയ്യാണ്. അപ്പം നാം റെഫറൻസ് പിക്കായി എടുത്ത പിക്കും നാം എന്ത് ചെയ്യണം? ഞാനിപ്പോൾ ക്യാൻവ ആപ്പിൽ ഉപയോഗിച്ചാണ് അതിനെ റൗണ്ട് ചെയ്ത് അതിൽ നിന്നും സെൻറ്റർ കണ്ടുപിടിച്ച് റൗണ്ട് വരനെ കൊണ്ട് 8 പോർഷൻസ് ആക്കി കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഗ്രിഡ് ലൈൻ ആപ്പിൽ നിന്നും അത് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ക്യാൻവ ആപ്പിൽ നിന്നും ചെയ്തത്. അറിയേണ്ടവർ പ്ലീസ് കമൻറ്റ് മീ. അപ്പോൾ ഞാൻ അതിനുള്ള വീഡിയോ ഇടുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിൻ്റെ ലാം എന്ന് പറയുന്നത് സെക്കൻഡ് ട്രയാങ്കിളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് തേർഡ് ട്രയാങ്കിൾ എൻഡ് ചെയ്യുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ സിംഗിൾ പെൻസിൽ ഉപയോഗിച്ച് കൊണ്ടാണ് ഓരോ ലൈനും വരച്ചിരിക്കുന്നത്. ഓരോ ലെറ്റേഴ്സും എഴുതുന്നത് ഡബിൾ പെൻസിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിക്കായിട്ടുള്ള ഓരോ ലെറ്ററാണ് ലഭിക്കുക. ഇവിടെ ലാ എന്നുള്ളത് ഇലാഹ എന്നുള്ളതിൻ്റെ അലിഫും അംസയും തേർഡ് ട്രയാങ്കിളിൽ എൻഡ് ചെയ്യുന്ന രീതിയിൽ വേണം എഴുതുവാൻ. ഓക്കെ, ലാഹ എന്നുള്ളതിനുള്ള ലാമ് ഫസ്റ്റ് ട്രയാങ്കിളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഫോർത്ത് ട്രയാങ്കിളിൻ്റെ താവിലെത്തുമ്പോൾ എൻഡിലെത്തുമ്പോൾ അത് ബെൻഡ് ചെയ്യുന്ന രീതിയിലാണ് എഴുതുന്നത്. ഫോർത്ത് ട്രയാങ്കിൾ എൻഡ് ചെയ്യുന്ന അവിടെ നിന്നും ലാഹ എന്നുള്ള അത് എൻഡ് ചെയ്യും. നാം ഇവിടെ ഓരോ ലെറ്റേഴ്സും അലിഫ് എന്നുള്ളത് 4 അലിഫാണുള്ളത്. ഓരോ അലിഫായാലും ഓരോ സെക്ഷനും എഴുതുമ്പോൾ നാം ഇവിടെ സ്കെയിൽ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നീറ്റിൽ ചെയ്യാൻ പറ്റും. അപ്പം നീളത്തിലാണല്ലോ ഓരോന്നും വരുന്നത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ റൗണ്ട് സർക്കിൾ വരഞ്ഞുകൊണ്ട്, അതായത് റൗണ്ട് ഷേപ്പിലുള്ള കാലിഗ്രഫിക്ക് റൗണ്ട് സർക്കിൾ വരഞ്ഞുകൊണ്ട് 8 പോർഷൻസ് ആക്കി മാറ്റി നാം ഓരോ ലെറ്റേഴ്സും എഴുതുകയാണെങ്കിൽ ഓരോ ലെറ്റേഴ്സും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെ എൻഡ് ചെയ്യുന്നു എന്ന് നോക്കി നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ലാം എന്നുള്ളത് ഇല്ലല്ലാ എന്നതിൻ്റെ ലാം തുടങ്ങുന്നത് 8 ട്രയാങ്കിളിൽ നിന്നുമാണ്. എന്നിട്ട് ആ ഫോർത്ത് ട്രയാങ്കിളിൻ്റെ അവിടെ നിന്നും അത് ടേൺ ചെയ്യുകയാണ്. വീണ്ടും സെക്കൻഡ് ട്രയാങ്കിളിലേക്ക് എൻഡ് ചെയ്യുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ ലെറ്റേഴ്സും നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെ എൻഡ് ചെയ്യുന്നു എന്ന് നോക്കി നമുക്ക് കറക്റ്റ്ലി എഴുതാൻ പറ്റും. റൗണ്ട് കാലിഗ്രഫിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഓരോരുടെയും ഇഷ്ടമാണ്. റൗണ്ട് കാലിഗ്രഫിക്ക് റൗണ്ട് സർക്കിൾ വരഞ്ഞുകൊണ്ട് 8 പോർഷൻസ് ആക്കി മാറ്റി എഴുതുന്നതാണ് നല്ലത്. സാധാ നോർമൽ മെത്തഡിന് ഗ്രിഡ് ലൈൻ ഉപയോഗിച്ച് കൊണ്ടുമാണ് നല്ലത്. ഗ്രിഡ് ലൈൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊന്നും വേണമെന്നില്ല. ബട്ട് ഗ്രിഡ് ലൈൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു തെറ്റും കൂടാതെ റഫറൻസ് പിക്കിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ വരയാൻ പറ്റും. റഫറൻസ് പിക്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റഫറൻസ് പിക്കിലുള്ള അതേ റേഡിയസിലുള്ള സർക്കിൾ തന്നെ വേണമെന്നില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിലുള്ള റേഡിയസിനുള്ള സർക്കിൾ എടുക്കാം. ബട്ട് ആ സർക്കിളിലും നമ്മൾ എന്ത് ചെയ്യണം? 8 പോർഷൻസ് ആക്കി നമുക്ക് ഓരോ പീക്കും നമുക്ക് ഓരോന്നും റെഫറൻസ് ഇമേജായി പ്രിൻ്റ് എടുക്കാൻ പറ്റില്ലല്ലോ. അതായത് കുറേ കാലിഗ്രഫി ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ക്യാൻവ ആപ്പിൽ നിന്നാണ് ചെയ്തത്. ക്യാൻവ ആപ്പിൽ നിന്നും അതിനെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്നോ
ഇതിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ നമുക്ക് ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഇമേജിനെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അതിനെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് നമുക്ക് ക്യാൻവ ആപ്പിൽ കൊണ്ടുപോയി അതിനെ സർക്കിൾ വരഞ്ഞുകൊണ്ട് അതിൻ്റെ മിഡിൽ പോർഷൻസ് കണ്ടുപിടിക്കണം. മിഡിൽ പോർഷൻസ് കണ്ടുപിടിച്ചുകൊണ്ട് എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ റൗണ്ട് സർക്കിൾ അതിന് ചുറ്റുമായി ഒരു സർക്കിൾ വരഞ്ഞ് അതിനെ 8 പോർഷൻസ് ആക്കി എലമെന്റ്സിൽ നിന്നും സർക്കിള് ലൈൻസ് ഇവയൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് അതിനെ 8 പോർഷൻസ് ആക്കി കൺവേർട്ട് ചെയ്യണം. ഞാൻ പ്രത്യേകം പറയുന്നത് ഒന്നാണ്, അതായത് നമ്മൾ എടുക്കുന്ന ആ ഇമേജ് എന്നത് ക്യാൻവ ആപ്പിലാണ് എന്നാണെങ്കിലും സെൻറ്ററിൽ കൊണ്ടുവരണം. എന്നിട്ട് വേണം ഇതുപോലെ റൗണ്ട് സർക്കിൾ വരഞ്ഞുകൊണ്ട് 8 പോർഷൻസ് ആക്കി മാറ്റുക. എന്നാൽ മാത്രമേ നമുക്ക് ആ റെഫറൻസ് പിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരാൻ പറ്റൂ. ഇപ്പോൾ ഇവിടെ അള്ളാഹ് എന്ന് പറയുന്നത് 1st and 8th ട്രയാങ്കിളിൽ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഹിറ എന്നുള്ളത് 3rd ട്രയാങ്കിളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് 6th ട്രയാങ്കിളിൽ എൻഡ് ചെയ്യുന്ന രീതിയിലാണ്. അതുപോലെ ഓരോ ലെറ്റേഴ്സും കറക്റ്റ് ഇതുപോലെ നമുക്ക് ഓരോ ട്രയാങ്കിളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു, ഓരോ ട്രയാങ്കിളിൽ നിന്നും എൻഡ് ചെയ്യുന്നു എന്ന് നോക്കി നാം വരണമെങ്കിൽ നാം റെഫറൻസ് പിക്കും എടുക്കുന്നത്, അതായത് റെഫറൻസ് പിക്കിൻ്റെയും നാം എടുത്തു വെക്കുന്ന റെഫറൻസ് പിക്ക്, ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ റെഫറൻസ് പിക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ റെഫറൻസ് പിക്കിൽ നാം വരയുന്ന സർക്കിളും അത് 8 പോർഷൻസ് ആക്കി മാറ്റുന്നതും ഈ റെഫറൻസ് പിക്കിൻ്റെ മിഡിൽ നിന്ന് തന്നെയായിരിക്കുമെന്ന് നാം കൺഫേം ചെയ്യണം. അതിനുശേഷം മാത്രമേ നാം ഇതുപോലെ റെഫറൻസ് പിക്ക് നമുക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റും, അല്ലെങ്കിൽ ഫുള്ളി തെറ്റായി പോകും. ഈ മുഹമ്മദ് എന്നുള്ള ഇത് നിങ്ങൾക്ക് നോക്കാം, റെഫറൻസ് പിക്കിലും നമുക്ക് നോക്കാം 4th and 5th ട്രയാങ്കിളിൽ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് നാം എഴുതിയിരിക്കുന്നത്. അതുപോലെ എന്താ ചെയ്യണം, അതുപോലെ നാം എഴുതുക. അപ്പോൾ റെഫറൻസ് പിക്കും നാം ഉറപ്പിച്ചിരിക്കണം. അതിന് വരച്ചിരിക്കുന്ന സർക്കിളും സെൻറ്ററിൽ തന്നെയല്ലേ, സർക്കിളിൻ്റെ സെൻറ്ററിലായല്ലേ ഇത് വരുന്നതെന്ന് നോക്കുക. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് മീ. ഞാൻ പറയുന്നതിൽ വല്ല തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. റസൂലുള്ള എന്നതിൻ്റെ എന്ന് പറയുന്നത് 7th ട്രയാങ്കിളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു. ഇലാം എന്നുള്ളത് 8th ട്രയാങ്കിളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് 6th ട്രയാങ്കിളിൽ എൻഡ് ചെയ്യുന്ന രീതിയിലാണ്. ഓക്കെ, അങ്ങനെ ഓരോ ലെറ്റേഴ്സും നാം സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും മനസ്സിലാക്കുക. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ പ്ലീസ് ലൈക്ക് മീ, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മീ. ഇല്ലല്ലാഹ് എന്നതിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിൻ്റെ രണ്ടാമത്തെ അള്ളാഹ് എന്നുള്ളത് 7th ട്രയാങ്കിളിനുള്ളിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ വേണം നാം എഴുതേണ്ടത്. ഓക്കെ,
ബ്രാക്കറ്റുകളും ഓർണമെൻ്റൽ സിമ്പിൾസും നാം നോക്കി റെഫറൻസ് പേജിൽ നിന്നും നോക്കി നാം കറക്റ്റ്ലി എഴുതുക. ഓക്കെ. ഞാനിവിടെ ബോർഡർ വരയുന്നതിന് വേണ്ടി ജെൽ പെന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാലിഗ്രഫി പെൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പുറത്തേക്ക് സ്പ്രെഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് എല്ലാ ലൈൻസും നേരിയ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ജെൽ പെന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്കെച്ച് കൊണ്ട് ഞാൻ സ്കെച്ച് ചെയ്തിരിക്കുന്നു. സ്കെച്ച് പെൻ കൊണ്ട് നേരിയ സ്കെച്ച് പെൻ കൊണ്ടാണ് ഞാനിവിടെ സ്കെച്ച് ചെയ്തിരിക്കുന്നത്. സ്കെച്ച് ചെയ്യുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നാം ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കോട്ട് സ്കെച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നാം റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണല്ലോ എഴുതുന്നത്. അപ്പോൾ നാം സ്കെച്ച് ചെയ്യുമ്പോൾ ഓരോ ലെറ്റേഴ്സും നമ്മുടെ കൈ കൊണ്ട് ടച്ച് ആയിക്കൊണ്ട് തന്നെ അവിടെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നാം സ്കെച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. റഫായി ചെയ്യുമ്പോൾ കുഴപ്പമില്ല. നാം ഒരു ഇതിനു വേണ്ടി എന്തെങ്കിലും ഓർഡറുകളോ അങ്ങനെ വല്ലതും സ്വീകരിക്കാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ അതാണ് ബെറ്റർ വേ. Thanks for watching.